ഇസ്രായേൽ അമേരിക്കയുടെ 51ാം സംസ്ഥാനമാണെന്ന് പലരും പറയാറുണ്ട്. ആ പ്രയോഗം വെറുമൊരു തമാശയായി തള്ളാമെങ്കിലും തത്വത്തിലും പ്രയോഗത്തിലും മറ്റൊരു അമേരിക്കൻ സ്റ്റേറ്റ് തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയേണ്ടി വരും. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള സഖ്യരാജ്യങ്ങളെ കാണുന്ന പോലെയല്ല അമേരിക്ക അവരെ കാണുന്നത്. ഒരു രക്ഷിതാവെന്ന പോലെയാണ് അങ്കിൾ സാം ഇസ്രായേലിനെ പോറ്റി വളർത്തുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ വർഷവും US ഭരണകൂടം ഇസ്രായേലിന് നൽകി വരുന്നത് $3.8 ബില്യൺ, അതായത് 32,500 കോടിയോളം രൂപ. എന്നാൽ അമേരിക്ക ഫസ്റ്റ് നയമാക്കിയ ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് പതിറ്റാണ്ടുകളായുള്ള ആ പിതൃതുല്യ കരുതലിനും അന്ത്യമുണ്ടാകുമോ? അമേരിക്കൻ താൽപര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ടീമിന്റെ കരുത്തിൽ അധികാരമേറിയ ആളാണ് ട്രംപ്. അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണം മറ്റൊരു രാജ്യത്തിനും ഔദാര്യമായി നൽകേണ്ടതില്ലെന്ന പക്ഷക്കാരാണ് മാഗ ക്യാമ്പിലേറെയും. ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിനെ സഹായിക്കാനുള്ള തീരുമാനത്തെ അവർ എതിർത്തതും അതുകൊണ്ടുതന്നെ. എന്നാൽ ഇസ്രായേലിന് നൽകി വരുന്ന $1 ബില്യൺ സഹായങ്ങൾ നിർത്തിവെക്കേണ്ടി വരുമെന്നൊരു ഭീഷണി ഇപ്പോൾ ട്രംപ് ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ബെന്യാമിൻ നെതന്യാഹുവിന് സംരക്ഷണവുമായാണ് ട്രംപ് അത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്താണ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നിലുള്ളതെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. സ്വാഗതം ഇൻ ഡെപ്തിലേക്ക്. വർഷങ്ങളായി നിരവധി അഴിമതി കേസുകളുടെ കുരുക്കിലുള്ള നെതന്യാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തവണ ട്രംപ് ഇറങ്ങിയിരിക്കുന്നത്. ഭീഷണി ഇസ്രായേൽ പ്രോസിക്യൂഷനാണ്. ഇറാനെതിരായ 12 നാൾ യുദ്ധം അവസാനിച്ചതിന് പിന്നാലെ കേസ് നടപടികൾ പുനരാരംഭിക്കാനിരിക്കുകയാണ് ജെറുസലേം ജില്ലാ കോടതി. ഈ വിവരമറിഞ്ഞാണ് ട്രംപ് നിരന്തരം ഭീഷണികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴ, തട്ടിപ്പ്, വിശ്വാസവഞ്ചന എന്നിവയുമായി ബന്ധപ്പെട്ട 3 കേസുകളാണ് നെതന്യാഹു നേരിടുന്നത്. 2019 ആരംഭിച്ച വിചാരണ പലതവണ പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടിരുന്നു. ആദ്യം COVID-19 മഹാമാരിയായിരുന്നു കാരണം. പിന്നീട് ഒക്ടോബർ 7 ശേഷം ഗസയിൽ ആരംഭിച്ച ആക്രമണം നടപടികൾ വൈകിപ്പിക്കാൻ നെതന്യാഹു ആയുധമാക്കി. ഒടുവിൽ ഇറാനുമായുള്ള ഏറ്റുമുട്ടലും. ഇക്കാരണങ്ങളാലെല്ലാം നിരവധി തവണ വിചാരണ മാറ്റിവെക്കപ്പെട്ടു. ഇതിനിടെ ജൂൺ 4 കേസിൽ ക്രോസ് വിസ്താരം ആരംഭിച്ചിരുന്നു. ഇറാനുമായി യുദ്ധം പ്രഖ്യാപിച്ചതോടെ അതും നിർത്തിവെച്ചു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ വിചാരണ നടപടികൾ ജൂൺ 30 വീണ്ടും ആരംഭിക്കാനിരിക്കുകയാണ്. ഇതോടെയാണ് നെതന്യാഹുവിനെ രക്ഷിക്കാൻ സമ്മർദ്ദ തന്ത്രവുമായി ട്രംപ് തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നത്. നേരത്തെയും നെതന്യാഹുവിനെതിരെ നടക്കുന്ന വിചാരണ നടപടികളിൽ ട്രംപ് വലിയ ഞെട്ടൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. വലിയൊരു യുദ്ധകാലത്ത് ഇസ്രായേലിനെ ധീരമായി നയിച്ച മഹാനായ യോദ്ധാവ് എന്നാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം ട്രംപ് നെതന്യാഹുവിനെ വിശേഷിപ്പിക്കുന്നത്. നീതിയുടെ പേര് പറഞ്ഞുള്ള വേട്ടയാടൽ പരിഹാസ്യമാണ്. അദ്ദേഹത്തിന് മാപ്പ് നൽകി കേസുകൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടികൾ ഇനിയും നീട്ടാനാകില്ലെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കോടതി വ്യക്തമാക്കി. ഇതോടെയാണ് ട്രംപ് വീണ്ടും കടുപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ നെതന്യാഹുവിനോട് ചെയ്യുന്നത് ഭീകരമാണെന്നാണ് പുതിയ പോസ്റ്റിലെ വിമർശനം. അമേരിക്കയുമായി ചേർന്ന് ഇറാനിലെ അപകടകരമായ ആണവ ഭീഷണി ഇല്ലാതാക്കുക എന്ന വലിയൊരു ദൗത്യം നിർവഹിച്ച വാർ ഹീറോയാണ് നെതന്യാഹു. ഇപ്പോൾ ബന്ദികളെ തിരിച്ചെത്തിക്കാനായി ഹമാസുമായുള്ള ചർച്ചകളും നിർണായക ഘട്ടത്തിലാണ്. അത്തരമൊരു സമയത്ത് സിഗരറ്റും ബഗ്സ് ബണ്ണി ഡോളും പോലെയുള്ള ഒന്നുമല്ലാത്ത വിഷയങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഇങ്ങനെ കോടതിയിലിരുത്താൻ എങ്ങനെയാണ് കഴിയുന്നത്? നീതിയെ പരിഹസിക്കുന്ന ഈ നടപടി ഇറാനുമായും ഹമാസുമായുമുള്ള ചർച്ചകളെ ബാധിക്കും. വരുതിയിൽ നിൽക്കാത്ത ഈ പ്രോസിക്യൂട്ടർമാർ നെതന്യാഹുവിനോട് കാട്ടിക്കൂട്ടുന്നത് ഭ്രാന്തമായ കാര്യങ്ങളാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ഇത്രയും പറഞ്ഞ ശേഷമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകി വരുന്ന സഹായങ്ങൾ ചൂണ്ടിക്കാട്ടിയും ട്രംപിന്റെ അവസാനത്തെ ഭീഷണി. ഒരു വർഷം ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഇസ്രായേലിനെ സംരക്ഷിക്കാനും പിന്തുണയ്ക്കാനുമായി അമേരിക്ക ചെലവാക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു രാജ്യത്തിനും അത്രയും വലിയ സഹായം നൽകുന്നില്ല. ഈ പണിക്ക് ഇനി നിൽക്കാനാകില്ല. നെതന്യാഹുവിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ വലിയൊരു വിജയം നേടിയത്. ഇപ്പോൾ നടക്കുന്നത് ആ വിജയത്തിന്റെ പകിട്ട് കുറയ്ക്കുന്നതാണ്. നെതന്യാഹുവിനെ വെറുതെ വിടൂ. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പിന്തുണയ്ക്ക് നെതന്യാഹു നന്ദി പറഞ്ഞു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നന്ദി ഡൊണാൾഡ് ട്രംപ്, നമുക്കൊരുമിച്ച് പശ്ചിമേഷ്യയെ വീണ്ടും മഹത്തരമാക്കാമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. എന്നാൽ ട്രംപിന്റെ ഇടപെടൽ ഇസ്രായേലിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ US-ന്റെ അനാവശ്യ ഇടപെടലാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് ഉൾപ്പെടെ ട്രംപിന്റെ പ്രസ്താവനയെ വിമർശിച്ച് രംഗത്തെത്തി കഴിഞ്ഞു.
ഇസ്രായേലിന്റെ ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു വിദേശ നേതാവിനും അവകാശമില്ലെന്നാണ് ലാപിഡ് പ്രസ്താവിച്ചത്. ട്രംപിന്റെ പ്രസ്താവന ഇസ്രായേലിന്റെ പൊതു താൽപര്യത്തിന് വിരുദ്ധമാണെന്ന് ഷെഷാത്തദ് പാർട്ടി MP കരിൻ എൽഹറും വിമർശിച്ചു. നെതന്യാഹു വ്യക്തി താൽപര്യങ്ങൾക്കും നിയമപ്രശ്നങ്ങളിൽ നിന്ന് തലയൂരാനുമായി രാജ്യ താൽപര്യങ്ങളെ ബലിയാടാക്കുകയാണെന്നും അവർ ആരോപിച്ചു. രാജ്യത്തിന്റെ നിയമം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം, അതിൽ ഒരു വിദേശ നേതാവും ഇടപെടരുതെന്നും അവർ പറഞ്ഞു. പ്രധാനമായും 3 കേസുകളാണ് നെതന്യാഹു ഇപ്പോൾ നേരിടുന്നത്. അദ്ദേഹവും ഭാര്യ സാറയും ഹോളിവുഡ് നിർമ്മാതാവ് ആർണോൺ മിൽച്ചിനിൽ നിന്ന് $2,60,000 ആഡംബര സമ്മാനങ്ങൾ സ്വീകരിച്ചുവെന്ന കേസാണ് ആദ്യത്തേത്. ഇസ്രായേലിലെ പ്രമുഖ പത്രമായ യെദിയോത്ത് ആഹ്റോനോത്തിന്റെ ഉടമ അർണോൺ മോസസുമായുള്ള നെതന്യാഹുവിന്റെ രഹസ്യബന്ധമാണ് മറ്റൊരു കേസിന് ആസ്പദമായിട്ടുള്ളത്. പത്രത്തിൽ തനിക്ക് അനുകൂലമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി. ഇതിന് പകരമായി യെദിയോത്തിന്റെ എതിരാളികളായ ഇസ്രായേൽ ഹായോമിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നെതന്യാഹു വാഗ്ദാനം ചെയ്തെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മൂന്നാമത്തെ കേസും ഒരു മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മാധ്യമ ഭീമനായ ബെസക്കുമായുള്ള രഹസ്യബാന്ധവമാണ് കേസിനാസ്പദം. സുഹൃത്തും ബെസക് ടെലികോം കമ്പനിയുടെ ഉടമയുമായ ഷൗൽ എലോവിച്ചിന്റെ ബിസിനസ് താൽപര്യങ്ങൾക്ക് അനുഗുണമായി നിയമനിർമ്മാണങ്ങൾ നടത്തി. പകരമായി ബെസക്കിന് കീഴിലുള്ള ഹീബ്രു മാധ്യമം വല്ല വെബ്സൈറ്റിൽ തനിക്കനുകൂലമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചുവെന്നും കേസിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ കേസുകളിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നെതന്യാഹു ട്രംപുമായി പലതവണ ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലും ഗസയിലും സമ്പൂർണ്ണമായി വെടിനിർത്തൽ അംഗീകരിക്കാനും ഇതേ ആവശ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ഉയർത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി ദ്വിരാഷ്ട്ര പരിഹാരം ഉൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാനിരിക്കുന്ന US ഇസ്രായേൽ ചർച്ചകളിലും ഇതേ ഉപാധികൾ തന്നെയാണ് നെതന്യാഹു മുന്നോട്ട് വച്ചിരിക്കുന്നത്.